ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൂഡിൻ്റെ ടെക്സ്റ്റിലെ തിയറം 6.10 ആണ്. ഈ തിയറം പറയുന്നത് നമ്മുടെ എഫ് റീമാൻ സ്റ്റീൽജസ് ഇൻ്റഗ്രൽ ആകാനുള്ള കണ്ടീഷൻസ് ആണ്. നമ്മൾ നൊട്ടേഷൻസിൽ എഫ് എലമെന്റ് ഓഫ് ആർ ആൽഫ എന്ന് പറയുകയാണെങ്കിൽ എഫ് ഇസ് റീമാൻ സ്റ്റീൽജസ് എന്നാണ് മീനിങ്. അതിനുള്ള കണ്ടീഷൻസ് ആണ് തിയറം പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുകയാണെങ്കിൽ എഫിന്റെ ഡിസ്കണ്ടിന്യൂറ്റീസ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ആണ്. അതായത് എഫ് ഈ ക്ലോസ് ഇന്റർവൽ എ ബിയിലാണ് നമ്മൾ എഫിനെ കൺസിഡർ ചെയ്യുന്നത്. ആ ക്ലോസ് ഇന്റർവൽ എ ബിയിലെ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സിൽ മാത്രമാണ് എഫ് ഡിസ്കണ്ടിന്യൂസ് ആകുന്നത്. ബാക്കി എല്ലാ പോയിന്റ്സിലും എഫ് കണ്ടിന്യൂസ് ആണ്. രണ്ടാമത്തത്, എഫ് ഡിസ്കണ്ടിന്യൂസ് ആകുന്ന എല്ലാ പോയിന്റ്സിലും ആൽഫ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എഫ് ബൗണ്ടഡ് ആണ് എന്നുള്ളതാണ്. സോ ഈ തിയറം നിങ്ങൾ ഓർമ്മിക്കുമ്പോൾ ഈ പോയിന്റ് ഓർമ്മിക്കാം. എഫ് റീമാൻ സ്റ്റീൽജസ് ഇന്റഗ്രൽ ആകാനുള്ള കണ്ടീഷൻസ് ആണ് തിയറം തരുന്നത്. ആ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ 3 കണ്ടീഷൻസ് ആണ്. ഒന്ന്, എഫിന്റെ ഡിസ്കണ്ടിന്യൂറ്റീസ് മാക്സിമം ഫൈനൈറ്റ് പോയിന്റ്സിലേ പാടുള്ളൂ. ബാക്കി എല്ലാ പോയിന്റ്സിലും എഫ് കണ്ടിന്യൂസ് ആയിരിക്കണം. ഇനി എഫ് എവിടെയെല്ലാം ഡിസ്കണ്ടിന്യൂസ് ആണോ ആ പോയിന്റ്സിലെല്ലാം ആൽഫ കണ്ടിന്യൂസ് ആണ്. മൂന്നാമത്തത്, എഫ് ബൗണ്ടഡ് ആണ്. സോ ഇത്രയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം എന്ന് വെച്ചാൽ എഫ് റീമാൻ സ്റ്റീൽജസ് ഇന്റഗ്രൽ ആണ് എന്നുള്ളത് പറയാം. സോ നമ്മൾ ഇനി പ്രൂഫിലേക്ക് പോകണം. പ്രൂഫിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 3 കണ്ടീഷൻസിൽ നമ്മൾ കണ്ടിരുന്നല്ലോ. എഫ് എന്താണെന്ന് കണ്ടു, എഫ് ബൗണ്ടഡ് ആണെന്ന് കണ്ടു. എഫ് ബൗണ്ടഡ് ആണ് എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ പറയാം. എഫ് ബൗണ്ടഡ് ആണെങ്കിൽ ലെറ്റ് മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് ശരിക്കും ആക്ച്വലി എഴുതേണ്ടത്. സിൻസ് എഫ് ഇസ് ബൗണ്ടഡ് ദർ എക്സിസ്റ്റ് ക്യാപിറ്റൽ എം സച്ച് ദാറ്റ് മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. അതിന്റെ ജോമെട്രിക്കലി ഉള്ള മീനിങ് ഞാൻ പറയാം. മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് നമ്മൾ എ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ആണ്, ബി പോയിന്റ് ആണ്. നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടിട്ടുള്ള ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഓക്കെ, സോ മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്ന് പറഞ്ഞാൽ ഈ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഇത് എം എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിലെ എം എന്ന് പറഞ്ഞ വാല്യൂ ആണ് ഇത്. ഈ എമ്മിന്റെയും സോ എമ്മിലൂടെ നമ്മളൊരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇനി മൈനസ് എം ഇതിലൂടെ നമ്മളൊരു ലൈൻ വരയ്ക്കാം. ഈ രണ്ട് ലൈനിന്റെ ഇടയിലായിരിക്കും ആര് വരിക? എഫ് ഓഫ് എക്സ് വരിക. അതിന്റെ മീനിങ് എന്താണ്? നമ്മളെ എഫ് ഓഫ് എക്സ് ഇപ്പോൾ എക്സും വൈ നിങ്ങൾ ഇവിടെ ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് എടുത്ത് എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് എഫ് എന്തായാലും ഈ രണ്ട് ലൈനിന്റെ ഇടയിലല്ലേ. അപ്പോൾ എഫിന്റെ രണ്ട് വാല്യൂസ് നമ്മളുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മാക്സിമം എത്ര വരാം? ഈ രണ്ട് ലൈനിന്റെ ഇടയിലുള്ള ഡിഫറൻസ് മാക്സിമം അത് വരാം. ഇവരുടെ ഇടയിലെ ഡിഫറൻസ് എത്രയാണ്? 2m ആണ്. സോ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഓൾവേസ് എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2m ആയിരിക്കും. അതാണ് ഫസ്റ്റ് പോയിന്റ്. സോ സ്റ്റെപ്പ് 1 ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എഫ് എന്താണ്? എഫ് ബൗണ്ടഡ് ആണ് അല്ലേ? സോ അത് മാത്തമാറ്റിക്കലി അപ്പോൾ നമുക്കൊരു എം ഉണ്ടാവും സച്ച് ദാറ്റ് മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. ജോമെട്രിക്കലി നിങ്ങൾ മനസ്സിൽ അപ്പം ഇമാജിൻ ചെയ്യേണ്ടത് ഈ ഒരു പിക്ചറാണ്. എഫ് ഓഫ് എക്സിന്റെ ഗ്രാഫ് ഈ എം എന്ന് പറഞ്ഞ ലൈനിന്റെയും മൈനസ് എം എന്ന് പറഞ്ഞ ലൈനിന്റെ ഇടയിലായിരിക്കും. സോ എഫ് ഓഫ് എക്സിന്റെ ഏതെങ്കിലും രണ്ട് വാല്യൂസ് നമ്മളുടെ ഡിഫറൻസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ അതിന്റെ മോഡുലസ് എന്തായിരിക്കും? മാക്സിമം എത്ര വരാൻ കഴിയും? ഈ ഡിസ്റ്റൻസിൽ വരാൻ കഴിയും. അപ്പം ആ ഡിഫറൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2m ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ പോയിന്റ് എഴുതുക. മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2m ഫോർ എവറി എക്സ് വൈ എലമെന്റ് ഓഫ് ക്ലോസ് ഇന്റർവൽ എ ബി. നമ്മൾ റീമാൻ സ്റ്റീൽജസ് ഇന്റഗ്രൽ ആണ് എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ആ റീമാൻ സ്റ്റീൽജസ് ഇന്റഗ്രൽ ആണെന്ന് പ്രൂവ് ചെയ്യുക ഓൾവേസ് ഈ ഒരു പോയിന്റ് യൂസ് ചെയ്തിട്ടാണ്. യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ ലെസ് ദാൻ എപ്സിലോൺ. സോ നമ്മൾ ഇത് ഫൈൻഡ് ചെയ്യുമ്പോൾ ഈ ഫോർമുലയിൽ ഇങ്ങനെയാണ് വരിക. സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to m ക്യാപിറ്റൽ എം ഐ മൈനസ് സ്മോൾ എം ഐ ഇൻറ്റു ആൽഫ ഐ ഡെൽറ്റ ആൽഫ ഐ എന്ന് വരും. അപ്പോൾ നിങ്ങൾ ഇവിടെ എം ഐ മൈനസ് എം ഐ ഇല്ലേ? എം ഐ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിന്റെ സുപ്രീമം വാല്യൂ ആണ്. സ്മോൾ എം ഐ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിന്റെ ഇൻഫിമം വാല്യൂ, അതായത് എഫ് ഓഫ് എക്സിന്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ. അപ്പോൾ നമ്മൾ എം ഐ മൈനസ് എം ഐ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എഫ് ഓഫ് എക്സിന്റെ രണ്ട് വാല്യൂസ് നമ്മളുടെ ഡിഫറൻസ് എഫ് ബൗണ്ടഡ് ആയതുകൊണ്ട് എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2m ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എം ഐ മൈനസ് എം ഐ ക്യാപിറ്റൽ എം ഐ മൈനസ് സ്മോൾ എം ഐ എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2m ആയിരിക്കും. അത് നമ്മൾ എഫ് ബൗണ്ടഡ് ആണ് എന്നുള്ളതിൽ നിന്ന് നമുക്ക് ശരിക്കും കിട്ടുന്ന ഇവിടെയുള്ള പോയിന്റ് ഇതാണ്. എം ഐ മൈനസ് എം ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2m. നിങ്ങൾ ഫസ്റ്റ് ഓർമ്മിക്കേണ്ട പോയിന്റ് ഇതാണ്. ഓക്കെ, സോ എഫ് ബൗണ്ടഡ് ആണ് എന്നുള്ളത് നമുക്കത് കിട്ടി. ഇനി എഗൈൻ നമ്മൾ റീമാൻ സ്റ്റീൽജസ് ഇന്റഗ്രൽ ആണ് എഫ് എന്ന് പ്രൂവ് ചെയ്യാൻ ഈ ഒരു ക്വാണ്ടിറ്റി യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം അടുത്ത സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇതിനെ നമ്മുടെ ഡിസ്കണ്ടിന്യൂറ്റീസ് ഇല്ലേ, ആ ഡിസ്കണ്ടിന്യൂറ്റീസിന്റെ അടുത്ത് ഈ വാല്യൂ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അല്ലെങ്കിൽ ഈ ഡിസ്കണ്ടിന്യൂറ്റീസിന്റെ കവർ ചെയ്യുന്ന റെക്ടാംഗിൾസ് ഉണ്ടാവില്ലേ, ആ ഏരിയയിൽ നമ്മുടെ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ് നോക്കുന്നത്. സോ നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റീസിനെ സപ്പോസ് നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റീസ് ഫൈനൽ നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ഉള്ളത് അതൊരു എം ആൾക്കാരാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. അതായത് y1 y2 y3 എക്സെട്രാ ടു yn ഇതാണ് നമ്മുടെ ഡിസ്കണ്ടിന്യൂറ്റീസ് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുക. ആദ്യം നെക്സ്റ്റ് സ്റ്റെപ്പിൽ അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇപ്പോൾ y1ന്റെ ഞാനൊരു u1 v1 കൊണ്ട് കവർ ചെയ്തു, y2നെ ഞാനൊരു u2 v2 കൊണ്ട് കവർ ചെയ്തു, എക്സെട്രാ ym-നെ um vm കൊണ്ടും ഞാൻ കവർ ചെയ്തു. സോ ഇതാണ് പോയിന്റ്. കവർ yj വിത്ത് ക്ലോസ് ഇന്റർവൽ uj vj സച്ച് ദാറ്റ് നമ്മൾ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വേണം ഇത് ചെയ്യാം. ആ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മളെ ഈ ടോട്ടൽ സമ്മ് സിഗ്മ j is equal to 1 to m. അതായത് ഇപ്പം y1 തൊട്ട് ym വരെ ഉള്ളത്, അതുകൊണ്ട് ജയുടെ വാല്യൂ 1 to m കൊടുക്കുക. എന്നിട്ട് ആൽഫ ഓഫ് vj മൈനസ് ആൽഫ ഓഫ് uj ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. സിഗ്മ ആൽഫ യു ജെ മൈനസ് ആൽഫ വി ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആവുന്ന രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഈ u1 v1 u2 v2 എല്ലാം സെലക്ട് ചെയ്യേണ്ടത്. അത് നമുക്ക് പോസിബിൾ ആണ്. കാരണം u1 v1 ഞാനിപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് എനിക്ക് വേണമെങ്കിൽ ഇവരെ y1ന്റെ കുറച്ചുകൂടെ എടുത്തേക്ക് കൊണ്ടുവരാം. അങ്ങനെ y1ന്റെ എത്ര എടുത്തേക്ക് വേണമെങ്കിലും എനിക്ക് ഇവരെ കൊണ്ടുവരാം. അതുകൊണ്ട് ഈ ക്വാണ്ടിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു വേണമെന്നില്ല, നിങ്ങൾ ഇവിടെ സ്ട്രിക്ട്ലി ലെസ് ദാൻ എന്ന് എഴുതണേ. നോട്ടിൽ ആ ചേഞ്ച് വരുത്താം. ലെസ് ദാൻ എപ്സിലോൺ ആകുന്ന രീതിയിൽ എനിക്ക് ഈ ക്വാണ്ടിറ്റി എന്ത് ചെയ്യാം? എനിക്ക് ഇവരെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഇത് കൺസിഡർ ചെയ്യാം. അതായത് ഈ ഒരു ഈ റീജിയൻ ക്ലോസ് ഇന്റർവൽ ഇത്, പിന്നെ u2 തൊട്ട് v2 വരെ ഉള്ളത് എക്സെട്രാ ടു um തൊട്ട് vm വരെയുള്ള ഈ ഒരു റീജിയൻ കൺസിഡർ ചെയ്യാം. ഈ റീജിയൻ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ പറയാം? ദാറ്റ് ഇസ് ഈക്വൽ ടു യൂണിയൻ j is equal to 1 to m uj vj എന്ന് പറഞ്ഞിട്ട് അല്ലേ? j 1 to m കൊടുക്കുക, uj vj എന്ന് പറഞ്ഞാൽ ക്ലോസ് ഇന്റർവൽസിന്റെ യൂണിയൻ എടുക്കുക. അപ്പോൾ നമുക്ക് ആ റീജിയൻ കിട്ടി. ഇനി അവിടെ നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യണം? യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ നമ്മൾ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫയുടെ ഇതെന്താ വരിക? ഫോമിൽ എന്താ വരിക? സിഗ്മ ഐ is equal to 1 to m i മൈനസ് എം ഐ ഇൻറ്റു ഡെൽറ്റ ആൽഫ ഇതാണെന്ന് നിങ്ങൾക്കറിയാം.
അവിടെ നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു എഫ് ബൗണ്ടഡ് ആയതുകൊണ്ട് ഈ വാല്യൂ എന്തായിരിക്കും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2m ആയിരിക്കും അല്ലേ. സോ എനിക്ക് അത് റീപ്ലേസ് ചെയ്തൂടെ. അതേപോലെ ഡെൽറ്റ ആൽഫ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെൽറ്റ ആൽഫ എന്ന് പറഞ്ഞാൽ ഈ റീജിയനിൽ നമ്മൾ എന്താ പറയുക ആൽഫ വി ഐ മൈനസ് ആൽഫ യു ഐ ആയിരിക്കും അല്ലേ. ഡെൽറ്റ ആൽഫ എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ റീജിയൻസ് മാത്രമാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഡെൽറ്റ ആൽഫ 1 എന്ന് പറഞ്ഞാൽ ആൽഫ വി 1 മൈനസ് ആൽഫ യു 1 ആയിരിക്കും. അങ്ങനെ നമ്മൾ എടുക്കുക. സോ ഇവിടെ ഞാൻ ചെയ്തത് യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫയുടെ ആദ്യം ഫോമിൽ എഴുതി. അവിടെ ഡെൽറ്റ ആൽഫ എന്നുള്ളത് ആൽഫ വി ഐ മൈനസ് ആൽഫ യു ഐ ആണ് എന്നുള്ളത് എഴുതി. നെക്സ്റ്റ് ആണ് ഞാൻ ചെയ്യുന്നത് ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും 2m ആയിരിക്കും. അപ്പം ഇവിടെ ഈക്വൽ ടു എന്നുള്ള ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയി ഈ ക്വാണ്ടിറ്റി വരെ ഞാൻ 2m എന്ന് കൊടുത്തു. ആ 2m സിഗ്മയുടെ പുറത്തേക്ക് എനിക്ക് എടുക്കാം, കാരണം അവിടെ ഈ ടേംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ സിഗ്മയുടെ പുറത്തേക്ക് എടുത്തു. ഇനി നമ്മളെ ഈ ക്വാണ്ടിറ്റി ഐ ഇസ് ഈക്വൽ ടു 1 to m ആൽഫ വി ഐ മൈനസ് ആൽഫ യു ഐ നമ്മൾ എന്തായിരുന്നു എങ്ങനെയായിരുന്നു നമ്മൾ ഈ യു ജെ വി ജെ സെലക്ട് ചെയ്തത് ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആവുന്ന രീതിയിലാണ്. അപ്പം എനിക്ക് ഈ ക്വാണ്ടിറ്റി വരെ എന്തെന്ന് കൊടുക്കാം, ഇനി ഈ സിഗ്മ ഓഫ് ദിസ് ക്വാണ്ടിറ്റി എന്നുള്ളതിന് വരെ ഞാൻ എപ്സിലോൺ എന്ന് കൊടുക്കാം, ലെസ് ദാൻ എപ്സിലോൺ. സോ ടോട്ടൽ ക്വാണ്ടിറ്റി എന്തായി മാറും ലെസ് ദാൻ 2m എപ്സിലോൺ. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയത് ലാസ്റ്റ് ഉള്ളത് ഇത് ഒന്നുകൂടെ നിങ്ങൾ എടുത്ത് എഴുതുക യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ ലെസ് ദാൻ 2m എപ്സിലോൺ എന്ന് കിട്ടി. ഓക്കെ. സോ ഇൻ അതായത് നമ്മൾ ആ ഡിസ്കണ്ടിന്യൂറ്റീസ് ഇല്ലേ y1 y2 എക്സെട്രാ അതിനെ കവർ ചെയ്യുന്ന ആൾക്കാരാണ് യു ജെ വി ജെ. അപ്പോൾ അതിനെ കവർ ചെയ്യുന്ന ഏരിയയിൽ നമുക്ക് എന്ത് കിട്ടി യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ ലെസ് ദാൻ 2m എപ്സിലോൺ. ഇതിന് ഇവിടെ ഒരു കറക്ഷൻ ഉണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല, ഇത് നിങ്ങൾ ലെസ് ദാൻ നോട്ട് എഴുതുമ്പോൾ സ്ട്രിക്ട്ലി ലെസ് ദാൻ 2m എപ്സിലോൺ എന്ന് എഴുതണം. സോ നമ്മൾ ആ റീജിയനിൽ നമ്മൾ എന്താ ഇപ്പോൾ നമ്മൾ ക്ലോസ് ഇന്റർവൽ എ ബി ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ എ ബിയിൽ y1 y2 എക്സെട്രാ ടു ym എന്ന് പറഞ്ഞ പോയിന്റ്സിലാണ് എഫ് ഡിസ്കണ്ടിന്യൂസ് ആവുന്നത്. ഈ പോയിന്റ്സിന്റെ ചുറ്റുമുള്ള ഏരിയയിൽ നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്തു യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ നമ്മൾ ഫൈൻഡ് ചെയ്തു. അത് നമുക്ക് എന്ത് കിട്ടി ലെസ് ദാൻ 2m എപ്സിലോൺ എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം ബാക്കിയുള്ള ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യുക ഈ യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ നമ്മൾ ഫൈൻഡ് ചെയ്യും. അപ്പോൾ ബാക്കിയുള്ള ഏരിയയിൽ നമ്മൾ ഫൈൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരുമെന്ന് വെച്ചാൽ ആ ബാക്കിയുള്ള ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുക. ആ ബാക്കിയുള്ള ഏരിയ നമ്മൾ കെ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ കെ എന്ന് പറഞ്ഞാൽ എന്താ ക്ലോസ് ഇന്റർവൽ എ ബി. അതിൽ നിന്ന് നമ്മൾ ആരും ഒഴിവാക്കണം എന്ന് വെച്ചാൽ യൂണിയൻ ഓഫ് ഈ ഓപ്പൺ ഇന്റർവൽസിനെയാണ് നമ്മൾ ഒഴിവാക്കുന്നത്. അതായത് ഈ എൻ പോയിന്റ്സിനെ നമ്മൾ ഒഴിവാക്കുന്നില്ല, അതിന്റെ ഇടയിലുള്ള റീജിയനെയാണ് നമ്മൾ ഒഴിവാക്കുന്നത്. അപ്പോൾ ഇടയിലുള്ള റീജിയൻ ഒഴിവാക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ y1 y2 എക്സെട്രാ ടു ym എല്ലാം ഇടയിലുള്ള റീജിയനിലല്ലേ അത് പോയി കിട്ടും, അതായത് ഡിസ്കണ്ടിന്യൂറ്റീസ് പോയി കിട്ടും. അപ്പോൾ നെക്സ്റ്റ് ബാക്കിയുള്ള ഏരിയ നമ്മൾ കെ എന്ന് വിളിക്കുക. അപ്പോൾ കെ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ക്ലോസ് ഇന്റർവൽ എ ബിയിൽ നിന്ന് ഈ ഓരോ ഓപ്പൺ ഇന്റർവലിനെയും ഒഴിവാക്കുക, അതായത് യൂണിയൻ ജെ ഈക്വൽ ടു 1 to m യു ജെ വി ജെ ആ ഓപ്പൺ ഇന്റർവലിനെ നമ്മൾ ഒഴിവാക്കുക. അങ്ങനെയാണെങ്കിൽ കെ കുറിച്ചിട്ട് എന്ത് പറയാം, ഇനി നിങ്ങൾ ആലോചിച്ച് കെ എന്ന് പറഞ്ഞാൽ ക്ലോസ് ഇന്റർവൽ എ ബിയിൽ നിന്ന് നമ്മൾ കുറച്ച് ഓപ്പൺ ഇന്റർവൽസ് കുറച്ച് ആ പോർഷൻസ് എടുത്ത് കളഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളത് കുറച്ച് ക്ലോസ് ഇന്റർവൽസിന്റെ തന്നെ യൂണിയൻ ആയിരിക്കും. ഇനി ക്ലോസ് ഇന്റർവൽസിന്റെ തന്നെ യൂണിയൻ ആയതുകൊണ്ട് തന്നെ അതെന്താണ് അതൊരു ക്ലോസ്ഡ് സെറ്റ് ആണ്. മാത്രമല്ല എ ബിയുടെ ഇടയിലല്ലേ അത് കിടക്കുന്നത്, എയുടെയും ബിയുടെ ഇടയിലാണ്. സോ അതുകൊണ്ട് ഇത് ബൗണ്ടഡ് ആണ്. സോ കെ എന്ന് പറഞ്ഞാൽ എന്താണ് ക്ലോസ്ഡും ആണ് ബൗണ്ടഡും ആണ്. നമ്മൾ ആറിൽ ഒരു ക്ലോസ് ആൻഡ് ബൗണ്ടഡ് സെറ്റ് കോമ്പാക്ട് ആയിരിക്കും. സോ കെ ഈസ് കോമ്പാക്ട്. സോ നെക്സ്റ്റ് പോയിന്റ് നമ്മൾ കെ കോമ്പാക്ട് ആണ് എന്നുള്ള പോയിന്റ് പറയും. ഇനി നമുക്കറിയാം എഫ് കണ്ടിന്യൂസ് ആണ് കെയിൽ അല്ലേ, കാരണം കെയിൽ നിന്ന് നമ്മൾ എടുത്തു കളഞ്ഞ റീജിയനിലാണ് ഡിസ്കണ്ടിന്യൂറ്റീസ് ഉള്ള പോയിന്റ്സ് ഉള്ളത്. അപ്പോൾ കെയിൽ എഫ് എന്താണ് കണ്ടിന്യൂസ് ആണ്, കെ കോമ്പാക്ട് ആയതുകൊണ്ട് തന്നെ എഫ് എന്താണ് കെയിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്കറിയാം എക്സും ടിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ നമ്മൾ ഡെൽറ്റ ആക്കിയാൽ എഫ് ഓഫ് എക്സും എഫ് ഓഫ് ടിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും ലെസ് ദാൻ എപ്സിലോൺ ആയിട്ട് മാറും. ഓക്കെ. ഇനി നമ്മൾ ക്ലോസ് ഇന്റർവൽ എ ബിയുടെ ഒരു പാർട്ടീഷൻ കൺസിഡർ ചെയ്യണേ. ഈ പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ x0 x1 എക്സെട്രാ ടു xn ഇത് കൺസിഡർ ചെയ്യുമ്പോൾ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് എന്താണെന്ന് വെച്ചാൽ ഈ യു ജെ വി ജെ എല്ലാം പിയിൽ വേണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് ഇല്ലേ യു ജെ യു1 v1 u2 v2 എക്സെട്രാ ടു um ഇവരെല്ലാവരും ഇതിലുള്ള ഏതെങ്കിലും പോയിന്റ്സ് ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ x1 x2 എക്സെട്രാ ടു xn x0 x1 x2 എക്സെട്രാ ടു xn എന്ന് എഴുതിയെങ്കിലും ഇതിലുള്ള ഏതെങ്കിലും പോയിന്റ്സ് ആയിരിക്കും ഇവരെല്ലാം. ഇപ്പോൾ ചിലപ്പോൾ x3 ആയിരിക്കും നമ്മൾ ആര് വരിക u1 വരിക. അങ്ങനെ എന്തായാലും ഈ പോയിന്റ്സ് എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ യു ജെ വി ജെസ് എല്ലാവരും ഈ പാർട്ടീഷൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം. പക്ഷേ ഇവരുടെ ഇടയിലുള്ള പോയിന്റ്സ് ഒന്നും ഈ പാർട്ടീഷനിൽ വരരുത്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയാം ഓപ്പൺ ഇന്റർവൽ യു ജെ വി ജെ നോ പോയിന്റ്സ് ഇൻ ഓപ്പൺ ഇന്റർവൽ യു ജെ വി ജെ ഇസ് ഇൻ പി. ഇനി വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഇപ്പോൾ xi - 1 xi എന്ന് പറഞ്ഞ ഇന്റർവൽ യു ജെ വി ജെ എന്ന് പറഞ്ഞ ഇന്റർവൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ആയിരിക്കണം അതിന്റെ ലെങ്ത്തിലെ ഡെൽറ്റ ഓഫ് xi അത് ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കെയിലാണുള്ളത് അല്ല സോറി നമ്മൾ കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെ ഇവിടെ എ എന്ന് പറഞ്ഞാൽ x0 ആണ്, പിന്നെ നമ്മൾ x1 ഉണ്ട് എക്സെട്രാ അപ് ടു സപ്പോസ് നമ്മളിങ്ങനെ പോവാണ് ഇവിടെ x2 ഉണ്ട്. സപ്പോസ് നെക്സ്റ്റ് പോയിന്റ് x3 എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ആരാണെന്ന് വിചാരിക്കുക u1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ u1 കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് പാർട്ടീഷനിലുള്ള പോയിന്റ് v1 ആയിരിക്കും. അപ്പം നമ്മൾ ചെയ്യുന്നത് കെ എന്ന് പറഞ്ഞാൽ എന്തില്ല അവിടെ ഈ റീജിയൻ ഇല്ല. അപ്പം ഇതല്ലാത്ത ഏതാളാണെങ്കിലും ബാക്കിയുള്ള ഇന്റർവൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പം കെയിൽ ബാക്കിയുള്ളവരെല്ലാം കെയിലുള്ള ഇന്റർവൽസ് ആയിരിക്കും. അതായത് ഇത് കെയിലുള്ള ഇന്റർവലാണ്, ഇത് കെയിലുള്ള ഇന്റർവലാണ്, ഇത് കെയിലുള്ള ഇന്റർവലാണ്. അപ്പം യു ജെ വി ജെക്ക് ഇവർ ഈക്വൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇന്റർവൽ എല്ലാം നമ്മൾ എടുക്കണം. ഏത് രീതിയിൽ എടുക്കണം, ഇതിന്റെ ലെങ്ത് അതായത് ഡെൽറ്റ xi എന്ന് പറയുന്നത് ലെസ് ദാൻ ഈ ഡെൽറ്റ ആവുന്ന രീതിയിൽ നമ്മൾ എടുക്കണം. ഓക്കെ. സോ ഞാൻ ഒന്നുകൂടെ പറയാം. ഈ പാർട്ടീഷൻ നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത് യു ജെ വി ജെ എന്ന് പറയുന്ന എല്ലാവരും ഇതിൽ വേണം. നെക്സ്റ്റ് അതിന്റെ ഇടയിലുള്ള പോയിന്റ്സ് ഒന്നും ഇതിൽ വരാൻ പാടില്ല, കാരണം കെ ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇടയിലുള്ള പോയിന്റ്സിനെല്ലാം ഒഴിവാക്കണം. ഇനി ഇത് യു ജെ വി ജെ അല്ലാത്ത ആൾക്കാരാണെങ്കിൽ അതായത് കെയിലുള്ള ആൾക്കാരാണെങ്കിൽ ഇതിന്റെ ലെങ്ത് എന്തായിരിക്കണം ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കണം. അപ്പോൾ ഇതിന്റെ ലെങ്ത് ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ എന്താ സംഭവിക്കുക, അവിടെയുള്ള ഫംഗ്ഷൻസിന്റെ ഡിഫറൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ വാല്യൂസ് നമ്മളുടെ ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക എം ഐ സ്മോൾ എം ഐ എന്നൊക്കെ പറയുന്നത് എന്താണ് ഫംഗ്ഷൻ വാല്യൂസ് ആണ്. ഇവർ നമ്മളുടെ ഡിസ്റ്റൻസ് എന്തായിരിക്കും ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല സ്ട്രിക്ട്ലി ലെസ് ദാൻ എന്നാക്കുക. ഇനി നമ്മൾ കെയിൽ യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ ഫൈൻഡ് ചെയ്യണേ. ഓൾറെഡി നമ്മൾ കെയുടെ എല്ലാ റീജിയനിൽ ഡിസ്കണ്ടിന്യൂറ്റീസിന്റെ റീജിയനിൽ ഫൈൻഡ് ചെയ്തിരുന്നു. അപ്പോൾ അത് നമുക്ക് എന്തായിരുന്നു കിട്ടിയത് ലെസ് ദാൻ 2m എപ്സിലോൺ എന്ന് കിട്ടിയിരുന്നു. ഇത് ഓർമ്മിക്കുക. ഈ കെയിലുള്ള വാല്യൂ എന്താണെന്ന് നോക്കാം. കെയിൽ നമ്മൾ ആദ്യം തന്നെ ഇത് എഴുതി യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ അതിന്റെ ഫോമിൽ എഴുതി സിഗ്മ ഈസ് ഈക്വൽ ടു 1 to m mi - mi into ആൽഫ ഡെൽറ്റ ആൽഫ i. അപ്പം
നമുക്ക് എന്താ അറിയാം ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അപ്പോൾ ഇതിന് പകരം എനിക്ക് എന്തെന്ന് കൊടുക്കാം എപ്സിലോൺ എന്ന് കൊടുക്കാം. ഇനി ബാക്കിയുള്ളത് എന്താ സിഗ്മ ഈസ് ഈക്വൽ ടു 1 to n ഡെൽറ്റ ആൽഫ ഐ. സിഗ്മ ഈസ് ഈക്വൽ ടു 1 to n ഡെൽറ്റ ആൽഫ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ ഇതിന് മുന്നിലുള്ള ക്ലാസ്സിലൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താൽ ഞാൻ പറയാം. അത് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ ശരിക്കും ഇങ്ങനെയാണ് സിഗ്മ നൊട്ടേഷൻ്റെ അകത്ത് നമ്മൾ കൊടുത്തിട്ട് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ ഇങ്ങനെയാണ് വരിക. എങ്ങനെ വരിക ഡെൽറ്റ ആൽഫ ഐ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ആൽഫ എക്സ് ഐ മൈനസ് ആൽഫ എക്സ് ഐ മൈനസ് 1 എന്നായിരുന്നു. അപ്പോൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോഴേ നിങ്ങൾ ജസ്റ്റ് അത് ചെയ്ത് നോക്കിയാൽ മതി. ഇങ്ങനെയാണ് വരിക ആൽഫ എക്സ് 1 മൈനസ് സിഗ്മയിൽ കൊടുത്തു കഴിഞ്ഞാൽ സിഗ്മ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ആൽഫ എക്സ് നോട്ട് പ്ലസ് ആൽഫ എക്സ് 2 മൈനസ് ആൽഫ എക്സ് 1 പ്ലസ് എക്സെട്ര ലാസ്റ്റ് ആളായിരിക്കും ആൽഫ എക്സ് എൻ മൈനസ് ആൽഫ എക്സ് n മൈനസ് 1 ഒരു സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് n മൈനസ് 1 ആയിരിക്കും ഇത്. ഇനി ഇതിലൊക്കെ എല്ലാ ടേംസും ക്യാൻസൽ ആയി പോകും. ആൽഫ എക്സ് നോട്ട് ക്യാൻസൽ ആവും, ആൽഫ എക്സ് 1 ഇവിടെ ആൽഫ എക്സ് 1 ക്യാൻസൽ ആവും, ആൽഫ എക്സ് 2 ഇവിടെ വേറെ ആൽഫ എക്സ് 2 ഉണ്ടാവും, അത് ക്യാൻസൽ ആവും. അങ്ങനെ എല്ലാ ടേംസും ക്യാൻസൽ ആയിട്ട് ആൽഫ എക്സ് എന്നും ആൽഫ എക്സ് നോട്ട് മാത്രമായിരിക്കും ഉണ്ടാവും. അപ്പോൾ ആൽഫ എക്സ് എൻ മൈനസ് ആൽഫ എക്സ് നോട്ട് എന്നുള്ളത് നമുക്കറിയാം ആൽഫ എക്സ് എന്ന് പറഞ്ഞാൽ ആൽഫ ബി ആണ്, മറ്റേ ആൾ എന്താണ് ആൽഫ എയും ആണ്. ആൽഫ എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ എയും ആണ്. അപ്പോൾ ആ ക്വാണ്ടിറ്റി നമ്മൾ അതായത് സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n ഡെൽറ്റ ആൽഫ ഐ. അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ ഡെൽറ്റ ആൽഫയുടെ ഫോമിൽ ആദ്യം കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കുക, നിങ്ങൾ എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ആൽഫ ബി മൈനസ് ആൽഫ ഐ എന്ന് കിട്ടും. അപ്പോൾ ഇപ്പോൾ എന്തായി നമ്മൾ കയ്യിലുണ്ടായിരുന്നു എപ്സിലോൺ പുറത്തെടുത്തു, നമ്മൾ ഇവിടെ ഇരുന്നുണ്ട് ഉള്ളത് എപ്സിലോൺ ഇൻറ്റു ഡെൽറ്റ ആൽഫ. അപ്പോൾ എപ്സിലോൺ ഇൻറ്റു ഡെൽറ്റ ആൽഫയുടെ വാല്യൂ എന്താണ് സിഗ്മ ഡെൽറ്റ ആൽഫയുടെ വാല്യൂ ആൽഫ ബി മൈനസ് ആൽഫ എന്നാണ്. സോ ഈ ക്വാണ്ടിറ്റി നമുക്ക് എന്ത് കിട്ടി എപ്സിലോൺ ഇൻറ്റു ആൽഫ ബി മൈനസ് ആൽഫ എ എന്ന് കിട്ടി. അപ്പോൾ നമ്മളെ ഇൻ ക്ലോസ് ഇൻ്റർവെൽ എ ബിയിൽ യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ എന്തായിരിക്കും വരിക നമുക്കറിയായിരുന്നു. ആ ഡിസ്കണ്ടിന്യൂറ്റീസിൻ്റെ അവിടെ ദാറ്റ് ഇസ് ലെസ് ദാൻ, ഇത് ലെസ് ദാൻ ആണ് 2m എപ്സിലോൺ ആയിരുന്നു. പിന്നെ അതല്ലാത്ത റീജിയൻ കെയിൽ ഇത് എന്താണ് എപ്സിലോൺ ഇൻറ്റു ആൽഫ ബി മൈനസ് ആൽഫ ആണ്. സോ ഇവിടെ എപ്സിലോൺ ഇൻറ്റു ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും എപ്സിലോൺ കോമൺ ആയി പുറത്തെടുത്താൽ എപ്സിലോൺ ഇൻറ്റു സം നമ്പർ എന്നുള്ള ഫോമിലാണ്. സോ നമ്മൾ എന്തെങ്കിലും നമുക്ക് ലെസ് ദാൻ സം എപ്സിലോൺ ഇൻറ്റു സം കോൺസ്റ്റന്റ് എന്ന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് എന്തും പ്രൂവ് ചെയ്യാൻ കഴിയും, അത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും. സോ ഈ ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമുക്ക് ലെസ് ദാൻ ഇതിൽ നിന്ന് നമ്മൾ പ്രൂവ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി സിൻസ് എപ്സിലോൺ ഇസ് ആർബിട്രറി ദിസ് ഇസ് ലെസ് ദാൻ ഓർ ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ മതി. സോ ഇത് ലെസ് ദാൻ എപ്സിലോൺ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം എഫ് എലമെന്റ് ഓഫ് ആർ ആൽഫ എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഈ പ്രൂഫ് എങ്ങനെയാണ് പ്രൂവ് ചെയ്തത് എന്നുള്ളത് നിങ്ങളൊന്നും കൂടെ നോക്കുക. അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഞാൻ പറയാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്തായിരുന്നു ചെയ്തത് എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്തായിരുന്നു ചെയ്തത് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എഫ് ബൗണ്ടഡ് ആണ് എന്നുള്ള പോയിന്റ് യൂസ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞു എം ഐയും സ്മോൾ എം ഐയും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2m ആണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കൺസിഡർ ചെയ്തത് ഡിസ്കണ്ടിന്യൂറ്റീസ് നമ്മൾ y1 y2 എക്സെട്ര അപ് ടു ym ആണ് എന്നുള്ളത് അസ്യൂം ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു ഇവരെങ്ങനെ കവർ ചെയ്യാം u1 ഈ എൻ പോയിന്റ് u1 ഈ എൻ പോയിന്റ് v1 ഈ എൻ പോയിന്റ് um ഈ എൻ പോയിന്റ് vm ഇങ്ങനെ കവർ ചെയ്തു. അതായത് yj നമ്മൾ ക്ലോസ്ഡ് ഇന്റർവെൽ UJ VJ കൊണ്ട് കവർ ചെയ്തു. അപ്പോൾ അവിടെ നമ്മൾ കണ്ടീഷൻ എഴുതണം എന്തായിരുന്നു സിഗ്മ ആൽഫ UJ മൈനസ് സോ ഈ കണ്ടീഷൻ എഴുതിയിരുന്നു സിഗ്മ ആൽഫ UJ മൈനസ് ആൽഫ VJ ലെസ് ദാൻ എപ്സിലോൺ ആകുന്ന രീതിയിലായിരുന്നു നമ്മൾ എഴുതിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം അവിടെ നമ്മൾ എന്ത് ചെയ്യാം UPF ആൽഫ മൈനസ് LPF ആൽഫ ഫൈൻഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു സിഗ്മ I is equal to 1 to m mi മൈനസ് mi ഇൻറ്റു ഡെൽറ്റ ആൽഫ ഐ. അപ്പോൾ ഡെൽറ്റ ആൽഫ ഐ എന്നുള്ളതിന് പകരം നിങ്ങൾ ആക്ച്വലി എന്ത് കൊടുക്കണം ആൽഫ UJ മൈനസ് ആൽഫ VJ എന്ന് കൊടുക്കണം. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2m എന്ന് കൊടുക്കുക. അപ്പം നമ്മൾ സിഗ്മ ഇത് നമുക്കറിയാം ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അപ്പോൾ ഈ ടോട്ടൽ ക്വാണ്ടിറ്റി 2m എപ്സിലോണിനെക്കാളും ചെറുതാണ് എന്ന് കാണിക്കാൻ കഴിയും. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തത് ഇപ്പോൾ ഡിസ്കണ്ടിന്യൂറ്റീസിൽ എടുത്താൽ നമ്മൾ ഓക്കെ ആണെന്നുള്ള ഈ ക്വാണ്ടിറ്റിനെക്കാളും ചെറുതാക്കാൻ കഴിയുമെന്ന് കാണിച്ചു. അടുത്തത് ബാക്കിയുള്ള റീജിയൻ. അപ്പോൾ ബാക്കിയുള്ള റീജിയൻ എന്താണ് കെ ആണെന്നുള്ള ഓർമ്മിച്ചു. അപ്പോൾ കെ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കണം ക്ലോസ് ഇന്റർവെൽ എ ബിയിൽ നിന്ന് നമ്മൾ ഈ സെഗ്മെന്റ്സ് എല്ലാം ഒഴിവാക്കണം, എൻ പോയിന്റ്സ് ഒഴിവാക്കാൻ പാടില്ല. അപ്പോൾ അതെന്താണ് കെ എന്ന് പറഞ്ഞാൽ ക്ലോസ് ഇന്റർവെൽ എ ബി മൈനസ് യൂണിയൻ I is equal to 1 to m ഓപ്പൺ ഇന്റർവെൽ UI VI ആണ്. കാരണം ഇങ്ങനെ ഓപ്പൺ ഇന്റർവെൽ ആയിട്ട് എടുക്കാൻ കാരണം നമ്മൾ ആ യു ഇപ്പോൾ യു ഐയും വി ഐയും അല്ല നമ്മൾ കെയിൽ വരണം. അതിൻ്റെ നമ്മൾ ആദ്യം ഒഴിവാക്കുന്നത് അതിൻ്റെ ഇടയിലുള്ള റീജിയനെയാണ് കെയിൽ നിന്ന് ഒഴിവാക്കുന്നത്. സോ കെ എന്ന് പറഞ്ഞാൽ ഈ ഫിഗേഴ്സ് നിങ്ങൾ ഓർമ്മിച്ചാൽ കെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇങ്ങനെയായിരിക്കും കെ വരിക. അപ്പോൾ നമ്മൾ ഇവിടെ എ ഉണ്ട്, ഒരു y1 ഉണ്ടെങ്കിൽ നമ്മൾ ഈ എൻ പോയിന്റ്സ് ഇല്ലേ u1 ഉം v1 ഉം. അപ്പോൾ കെ എന്ന് പറഞ്ഞാൽ ശരിക്കും u1 ഉം v1 എല്ലാം കെയിൽ വരും. ഈ അതിൻ്റെ ഇടയിലുള്ള റീജിയനെ മാത്രമാണ് നമ്മൾ ഒഴിവാക്കുന്നത്. അപ്പോൾ ഡിസ്കണ്ടിന്യൂറ്റീസ് ഒഴിവാക്കും. സോ അതാണ് കെ. ഇനി നമ്മൾ ഒരു പാർട്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം. ആ പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിഗർ നിങ്ങൾ മനസ്സിലാണ്. പാർട്ടീഷൻ ആക്ച്വലി ആരെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതാണ് എ എന്ന് പറഞ്ഞാൽ x0 ആണ്, പിന്നെ ഒരു x1 ഉണ്ട്, x2 എക്സെട്ര ഇങ്ങനെ വരും. അപ്പം ബാക്കി ആര് കൂടി ഇതിലുണ്ട്. ഇപ്പോൾ u1 ഇതിൽ വരും, v1 ഇതിൽ വരും. അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. UI VIs എല്ലാം ഇതിൽ വരുന്ന രീതിയിൽ. അപ്പം ഇതൊരു പാർട്ടീഷനാണ് അല്ലേ. ഈ പാർട്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിലുള്ള റീജിയൻ കെയിലില്ല എന്ന് നമുക്കറിയാം. അപ്പം ഈ xi മൈനസ് 1 xi ഇവരല്ലെങ്കിൽ UI VJ അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം ലെസ് ദാൻ ഡെൽറ്റ ആക്കുക. അപ്പോൾ നമ്മൾ കെയിൽ എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പം ഇത് ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ ഫംഗ്ഷൻ വാല്യൂസ് നമ്മളുടെ ഡിഫറൻസ് ഒരു എഫ് ഓഫ് എക്സും എഫ് ഓഫ് വൈയും നമ്മളുടെ ഡിസ്റ്റൻസ് നമുക്ക് എന്തായിരിക്കും ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. എക്സും വൈയും നമ്മളുടെ ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ. അപ്പോൾ ഇനി ക്യാപിറ്റൽ MI മൈനസ് സ്മോൾ MI എന്നൊക്കെ പറഞ്ഞാൽ ഇവരെല്ലാം എന്തായിരുന്നു ഫംഗ്ഷൻ വാല്യൂസ് ആണ് അല്ലേ. ക്യാപിറ്റൽ MI എന്ന് പറഞ്ഞാൽ ആ ഇന്റർവെല്ലുള്ള ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ, സ്മോൾ MI എന്ന് പറഞ്ഞാൽ ആ ഇന്റർവെല്ലുള്ള ഫംഗ്ഷന്റെ ചെറിയ വാല്യൂ. അപ്പോൾ ഇവരെല്ലാം നമ്മളുടെ ഡിസ്റ്റൻസ് എന്തായിരിക്കും ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ UPF ആൽഫ മൈനസ് LPF ആൽഫയുടെ ഫോർമുല സിഗ്മ MI മൈനസ് MI എന്നുള്ളതിന് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം എപ്സിലോൺ എന്ന് കൊടുക്കാം. ബാക്കിയുള്ളത്
എന്താ വരിക ഡെൽറ്റ ആൽഫ ഐ. അപ്പോൾ എപ്സിലോൺ കൊടുത്തിട്ടാൽ സിഗ്മ ഡെൽറ്റ ആൽഫ ഐ എന്ന് പറഞ്ഞാൽ എന്തായി മാറും ആൽഫ ബി മൈനസ് ആൽഫ എ എന്നായി മാറും. സോ ഇപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി എന്തായി മാറും എപ്സിലോൺ ഇൻറ്റു ആൽഫ ബി മൈനസ് ആൽഫ എ എന്നായി മാറും കെയിൽ. അപ്പം കെയിലും പുറത്തും അങ്ങനെ എല്ലാ സ്ഥലത്തും കൂടെ യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും ആദ്യം നമുക്ക് കിട്ടിയ 2m എപ്സിലോൺ പ്ലസ് ഇപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ എപ്സിലോൺ ഇൻറ്റു ബി മൈനസ് എ. സോ ഇതിനെ നമുക്ക് ലെസ് ദാൻ ഇതാക്കാം എപ്സിലോൺ ഇൻറ്റു സം നമ്പർ എന്നുള്ള ഫോമിലാക്കാം. സോ എന്തെങ്കിലും നിങ്ങൾക്ക് ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു സം നമ്പർ എന്നുള്ള ഫോമിലാക്കാൻ കഴിയുമെങ്കിൽ അതിനെ നിങ്ങൾക്ക് എന്തും ആക്കാൻ കഴിയും ലെസ് ദാൻ എപ്സിലോൺ ആക്കാൻ കഴിയും. കാരണം എപ്സിലോണിൻ്റെ ചോയ്സ് ആർബിട്രറി ആയതുകൊണ്ട്. സോ നമുക്ക് യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫയെ ലെസ് ദാൻ എപ്സിലോൺ എന്നാക്കാം. ഇതുകൊണ്ട് എന്താണ് എഫ് റീമാൻ സ്റ്റീൽസസ് ഇൻ്റഗ്രൽ ആണ് എന്നുള്ളത് പറയാം.